വിഷു ഇങ്ങെത്തിയെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകളാണ്. നേരത്തെ വരവറിയിച്ചതുകൊണ്ട് കണി കാണാൻ സമയമാകുമ്പോഴേക്കും കൊന്ന കിട്ടില്ലേ എന്ന ആശങ്ക മലയാളിക്കുണ്ട്. എത്ര ചൈനീസ് പ്ലാസ്റ്റിക് കൊന്നകൾ വന്നാലും വിഷുവിന് കണിക്കൊന്ന പറിച്ച് താലത്തിൽ വെച്ച് കണി കാണുന്നത് നാടിന്റെ ശീലമാണ്. മീനച്ചൂടിലും ഇത്തവണ ഒത്തിരി നേരത്തെ ഞാൻ പൂത്തു. മകരമഞ്ഞിന്റെ കുളിരു മാറി കുംഭച്ചൂട് ആരംഭിച്ചതു മുതൽ കാത്തിരിപ്പാണ്. മണ്ണിലെ നനവേറെയും വലിച്ചെടുത്ത് മുട്ടിട്ടു. മീനം പകുതിയായപ്പോഴാണ് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ സാധിച്ചത്. പാകിസ്ഥാനും മ്യാൻമറും ശ്രീലങ്കയും തുടങ്ങി ഏഷ്യയിലെ ഇലപൊഴിയും കാടുകളിലൊക്കെ ഞാനുണ്ട്. എങ്കിലും മലയാളികളോളം സ്നേഹം തരുന്ന മനുഷ്യർ എങ്ങുമില്ല. കാർഷികോത്സവമായ വിഷുവിന് കണിയായതുകൊണ്ടാകാം നിങ്ങൾ എനിക്ക് കണിക്കൊന്നയെന്ന് പേരിട്ടത്. ഫാബേഷിയെ കുടുംബത്തിൽ ജനിച്ച കാസിയ ഫിസ്റ്റുല എന്ന എന്റെ പേര് അതോടെ ഞാൻ മറന്നു. ആൾക്കാരൊക്കെ അധികവും ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാറുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ ദൂരത്തു നിന്നൊക്കെ വരാറുണ്ട്. ഇതൊരു 1 മാസം മുമ്പേ ഇത് പൂക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് 1 മാസം പൂത്തിട്ട് അത് വിഷുവിൻ്റെ തലേന്ന രാത്രി വരെ ഇത് ഇവിടെ ഉണ്ടാവും. അലങ്കാരച്ചെടിയും ഔഷധച്ചെടിയുമൊക്കെയായി കണക്കാക്കുമെങ്കിലും വിഷുക്കാലത്ത് പൂത്തു നിൽക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. സർവൈശ്വര്യവും പ്രാർത്ഥിച്ച് കണിയൊരുക്കുമ്പോൾ ഞാൻ കൂട്ടത്തിൽ പ്രധാനിയാകുന്നുവല്ലോ. ചക്കയും മാങ്ങയും വെള്ളരിയുമൊക്കെ അപ്പോൾ എന്നെ നോക്കി കെറുവു കാണിക്കും. അപ്പോൾ ഞാൻ സ്നേഹത്തോടെ തെല്ലൊരഹങ്കാരിയാകും. മനസ്സിൽ ഒരു പിടി കണിക്കൊന്ന സൂക്ഷിക്കാത്ത മലയാളിയില്ലല്ലോ എന്ന് സ്വന്തം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കാസർഗോഡ്. കണിക്കൊന്നയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പൂത്ത് നിൽക്കും. നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ ആ വൈറ്റില ഭാഗത്തേക്ക് ഹൈവേയുടെ അവിടെയൊക്കെ നിറയെ എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. പക്ഷെ ചിലപ്പോൾ വിഷുവിൻ്റെ സമയത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ആദ്യം പിടിക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ നോക്കണ്ട അല്ലേ. പ്രകൃതി ഇങ്ങനെ നല്ല മനോഹരിയായി പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ അത് ആസ്വദിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.